നീണ്ട 6 മാസ കാലയളവിൽ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TY ഏലിയാസിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പുറത്താക്കിയിരിക്കുകയാണ്. ഈ ഒരു 6 മാസ കാലഘട്ടത്തിൽ അങ്കമാലി നഗരസഭയിൽ നടക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ മരവിപ്പിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തി മാറുകയും അതുപോലെ തന്നെ ഒരു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആദ്യം ചെയ്യേണ്ടത് അതാത് കമ്മിറ്റി അംഗങ്ങളെ വിളിച്ച് കമ്മിറ്റി യോഗങ്ങൾ കൂടി അജണ്ടകൾ തീരുമാനിച്ച് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അങ്കമാലി നഗരസഭയുടെ. അതിന് തീർച്ചും വിപരീതപരമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയായിരുന്നത്. മാർച്ച് 23-ന് ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ വരുന്ന 6 മാസ കാലയളവിൽ അദ്ദേഹത്തിന് ആകെ 2 കമ്മിറ്റി യോഗങ്ങളാണ് വിളിക്കാൻ സാധിച്ചത്. ഒരു മാസത്തിൽ ഒരു കമ്മിറ്റി യോഗം കൂടണമെന്നുള്ള നിലയ്ക്ക്, അങ്ങനെ ഇരിക്കുന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആകെ 2 കമ്മിറ്റി യോഗങ്ങളാണ് വിളിച്ചത്. അതിന്റെ അർത്ഥം തന്നെ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇത്ര നാൾ പ്രവർത്തിച്ചത് തന്നെ. തീർച്ചയായിട്ടും ഈ ഒരു പ്രവൃത്തിയെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മറ്റ് അംഗങ്ങൾ ചേർന്ന് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അദ്ദേഹം അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെടുകയാണ്. അദ്ദേഹത്തെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി അവിശ്വാസം വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലയളവിൽ അങ്കമാലിയുടെ വികസന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്.